ഇപ്പൊ പുത്രപൗത്രന്മാരോടുകൂടിയ ഒരു മനുഷ്യനായാലും എന്നാണ്. ഒരു വ്യക്തി വളർന്നു, വിവാഹം കഴിച്ചു, മക്കളായി, ആ മക്കൾ വലുതായി, അവര് വിവാഹം കഴിച്ചു, അവർക്കും കുട്ടികളായി, അങ്ങനെ മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയി. അപ്പൊ ഈ മനുഷ്യന് വാർദ്ധക്യമായി, 100 വയസ്സ് പ്രായം വേണമെങ്കിൽ ആയിക്കൊള്ളട്ടെ. അപ്പോൾ പോലും അയാളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ആ അമ്മയെ ആശ്രയിക്കുന്ന ഒരുവന് അമ്മയുടെ മുൻപിൽ അല്ലെങ്കിൽ അമ്മയുടെ കണ്ണിൽ ഈ മകൻ എത്ര വയസ്സുള്ള ആളാണ്? 2 വയസ്സുള്ള കുട്ടിയാണ്. ആര്? 95 വയസ്സുള്ള മകൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ മകൻ 2 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഭാവമാണ്. അങ്ങനെയാണ് ആ അമ്മ അഭിസംബോധന ചെയ്യൂ അപ്പോഴും എന്നാണ്. ശക്തനാണ് എങ്കിലും അശക്തനാണ് എങ്കിലും അംഗഹീനനാണ് എങ്കിലും ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ എപ്പോഴും, തൻ്റെ മകനാവട്ടെ മകളാവട്ടെ, അവരോടുള്ള അമ്മയുടെ വാത്സല്യം അതിനൊരു കുറവ് വരില്ല എന്നാണ്. അപ്പൊ ഒരു അമ്മയുടെ അത്രയും ശ്രദ്ധയോടുകൂടി ഒരു സംരക്ഷണം മക്കൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. അത്രയും വലിയൊരു രക്ഷകർത്തൃ സ്ഥാനം വേറെയില്ല. അമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞാൽ പിന്നെ എന്താവുന്നു? ലോകം ശൂന്യമായിത്തീരും. അമ്മയെ നഷ്ടപ്പെട്ടാൽ ഒരുവന്റെ അവസ്ഥ ശോചനീയമാണ്. അമ്മയെപ്പോലെ ഒരു തണലില്ല, അമ്മയെപ്പോലെ ഒരു ഗതിയില്ല, അമ്മയെപ്പോലെ ഒരു ഇഷ്ടവസ്തുവും ലോകത്തിലില്ല. അമ്മ തൻ്റെ ഉദരത്തിൽ തന്നെ ധരിച്ചതുകൊണ്ടാണ് ധരിത്രിയായത്. നമുക്ക് ജന്മം തന്നതുകൊണ്ടാണ് ജനനിയായത്. സ്തന്യപാനം നൽകിയിട്ട്, സ്തന്യപാനം ചെയ്യിപ്പിച്ച് ഈ ശരീരത്തിനെ വളർത്തിയത് കൊണ്ടാണ് അമ്പയായത്. വീരനായൊരു പുത്രന് ജന്മം നൽകിയത് കൊണ്ടാണ് അമ്മ വീരസുവായത്. ശിശുക്കളെ ശുശ്രൂഷിച്ചത് കൊണ്ടാണ് ശ്വശ്രുവായത്. അപ്പൊ അമ്മ തൻ്റെ ദേഹം തന്നെയാണ്. അങ്ങനെയുള്ളൊരു അമ്മയെ ഒരു മകന് നിഗ്രഹിക്കാൻ കഴിയുമോ എന്നാണ്. അമ്മ അവൻ ആർക്കുവേണ്ടി ജീവിക്കുന്നു? ഏതൊരു വ്യക്തിയുടെ ജന്മത്തിലും അച്ഛൻ എന്നുള്ളത് ജനന ഹേതു മാത്രമാണ്. ആ പിതാവിൻ്റെ വീര്യമാണ് തൻ്റെ ജനനത്തിന് കാരണം. പക്ഷേ ഗർഭകാലം ആരംഭിക്കുന്നത് മുതൽ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ ശിശു ഉരുത്തിരിയാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ നിന്നാണ്. ഇപ്പൊ പുരാണങ്ങളിൽ ഒക്കെ നോക്കിയാൽ കാണാം, ഒരു ഗർഭ അവസ്ഥയെക്കുറിച്ച് പറയും. ഭാഗവതത്തിലാണെങ്കിൽ കാപിലത്തിൽ പറയും, ശിവപുരാണത്തിലൊക്കെ നോക്കിയാൽ കാണാം ഈ ജീവന്റെ ഗർഭകാലം. അതിങ്ങനെ കൃത്യമായി പടിപടിയായി പറയും. കലലം തേകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേന തു കർക്കന്ധു പേഷ്യണ്ടം വാ തതപ്പരം. ഇങ്ങനെ ക്രമത്തിൽ പറയുകയാണ്. ഒരു രാത്രി കൊണ്ട് എന്താവും, 5 ദിനം കൊണ്ട് എന്താവും, 1 മാസം കൊണ്ട് എത്ര മാറ്റം വരണു. ഇത്തരത്തിൽ ആ ഗർഭക്ലേശം മുഴുവനും അനുഭവിച്ച് അന്നു മുതൽ തൻ്റെ കുട്ടിയെ വളരെ സ്നേഹത്തോടുകൂടി പ്രീതിയോടുകൂടി ശുശ്രൂഷിക്കുകയാണ് അമ്മ. ആ കുട്ടിക്കൊരാപത്ത് വരരുത് എന്ന് കരുതിയിട്ടാണ് അമ്മ പലതും വേണ്ട എന്ന് വയ്ക്കും. തൻ്റെ ആഗ്രഹങ്ങളെ അമ്മ ഉപേക്ഷിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ പലതും തള്ളിക്കളഞ്ഞിട്ടാണ് അമ്മ കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോ ഒരുവൻ വിവാഹം ചെയ്തു, അങ്ങനെ ആ വിവാഹശേഷം ആ ഭാര്യ ഗർഭം ധരിച്ചു. ഒരുപക്ഷെ അയാൾ മറ്റൊരു സ്ത്രീയെ തേടിപ്പോയാൽ കൂടിയിട്ട് പിന്നെ അയാൾക്ക് ഭർത്താവ് എന്ന് പറയാൻ യോഗ്യതയില്ല. ഒരു സ്ത്രീയെ ഭരിക്കുന്നത് കൊണ്ടാണ് പുരുഷനെ ഭർത്താവ് എന്ന് പറയുന്നത്, പാലനം ചെയ്യുന്നത് കൊണ്ടാണ് പതി എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു പുരുഷനാണോ
തൻ്റെ ഈ ചുമതല നിർവഹിക്കാത്തത്, താൻ വിവാഹം ചെയ്ത പത്നിയെ സംരക്ഷിക്കാത്തവൻ, പാലിക്കാത്തവൻ ഭർത്താവല്ല, പതിയല്ല എന്നാണ്. പക്ഷേ ഈ നിയമം വെച്ചുകൊണ്ടാണെങ്കിലും അവിടെ സ്ത്രീക്കല്ല ദോഷം, പുരുഷനാണ്. തെറ്റ് ചെയ്ത പുരുഷൻ തന്നെയാണ് അവിടെ കുറ്റക്കാരനായിട്ട് പറയുക എന്നാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പരദൈവതമാണ് തൻ്റെ ഭർത്താവ്. അങ്ങനെ പരദൈവതമായി കണ്ടതുകൊണ്ടാണ് തൻ്റെ ശരീരത്തെ പോലും ഭർത്താവിന് നൽകിയത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീയെ ദോഷം പറയാൻ പറ്റുക? ഇനി തൻ്റെ പിതാവിൻ്റെ വേഷത്തിൽ, ഗൗതമന്റെ വേഷത്തിൽ ഇവിടെ വന്ന് തൻ്റെ മാതാവിനെ അഹല്യയെ പ്രാപിച്ചത് ഇന്ദ്രനാണ്. വേഷപ്രച്ഛന്നനായി വന്ന് ആ അഹല്യയ്ക്ക് ദോഷം ഉണ്ടാവാൻ കാരണം ഇന്ദ്രന്റെ പ്രവൃത്തിയാണ്. അപ്പൊ ഇതിൽ വാസ്തവത്തിൽ തെറ്റ് ചെയ്തത് ആരാണ്? ഇന്ദ്രനാണ്. പിന്നെ എങ്ങനെ തൻ്റെ അമ്മയെ താൻ ദോഷം പറയും? അമ്മയെ എങ്ങനെ നിഗ്രഹിക്കും? ഒരു തെറ്റും ചെയ്യാത്ത അമ്മയെ ഞാൻ എങ്ങനെയാണ് നിഗ്രഹിക്കുക? അമ്മ എന്നുള്ളത് എല്ലാ ജീവികളിലുമുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ്, പ്രവാഹമാണ് അമ്മ. യാദേവി സർവഭൂതേഷു മാതരൂപേണ സംസ്ഥിത എന്ന് ദേവി മഹാത്മ്യം. ഇങ്ങനെ കുറെ സമയം ചിന്തിക്കുകയാണ് ഈ മകൻ, ഈ ചിരകാരി. അപ്പോഴേക്കും വനത്തിലേക്ക് പോയ അച്ഛൻ മടങ്ങി വന്നു. മടങ്ങി വന്ന ഗൗതമന് മനസ്താപം തോന്നിയെന്നാണ്. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ തൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയെ കൊല്ല്. കുറച്ചു കഴിഞ്ഞ് ആലോചിച്ചപ്പോഴാണ് വേണ്ടിയിരുന്നില്ല, അങ്ങനെ പറഞ്ഞത് തെറ്റായി. അങ്ങനെ മടങ്ങി വന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പശ്ചാത്താപത്തോടു കൂടിയിട്ട് പറയുകയാണ്, വനത്തിൽ എൻ്റെ അടുത്ത് ആ പുരന്ദരൻ ഒരു അതിഥിയായിട്ട് വന്നു. ഞാൻ അവനെ സ്വീകരിച്ചു അർഘ്യപാദ്യാദികളെ കൊണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഒടുവിൽ ബോധ്യമായി, ഇന്ദ്രൻ ഇവിടെ എൻ്റെ പത്നിയായിട്ടുള്ള അഹല്യ തെറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ മുന്നിൽ എൻ്റെ രൂപത്തിൽ ആദ്യം വന്നു അഹല്യയുടെ അടുത്ത് ഇന്ദ്രൻ, ഇപ്പോൾ എൻ്റെ അടുത്ത് അതിഥിയായിട്ട് വന്നു. ആ ഇന്ദ്രനും വാസ്തവത്തിൽ തെറ്റുകാരനല്ല. അഹല്യയുടെ സൗന്ദര്യം കണ്ടിട്ട് ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ടുള്ള ഇന്ദ്രന് ധർമ്മത്തിൽ പ്രമാദം സംഭവിച്ചു. അതുകൊണ്ട് ഞാൻ ചെയ്ത എൻ്റെ പത്നിയെ, സാധ്വിയായിട്ടുള്ള എൻ്റെ പത്നിയെ ഞാൻ എൻ്റെ ദോഷം കൊണ്ട് ഉപേക്ഷിച്ചു, കൊല്ലാൻ നിയോഗിച്ചു. അപ്പൊ ഞാൻ പാലിക്കപ്പെടേണ്ടവളാണ് എൻ്റെ പത്നി. ആ ഭാര്യയെയാണ് ഞാൻ കൊല്ലാൻ എൻ്റെ പുത്രനോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഈ ഗൗതമൻ മടങ്ങി വന്നത്. എന്നിട്ട് പറഞ്ഞു തൻ്റെ പുത്രനോട്, നിനക്ക് മംഗളം ഭവിക്കട്ടെ. എന്നിട്ട് പറയാണ് മകനോട് ഗൗതമൻ, നീ എല്ലാം വളരെ സാവധാനം ആലോചിച്ച് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഹേ ചിരകാരി, എന്നെ രക്ഷിച്ചാലും ഈ പാപത്തിൽ നിന്ന്, അമ്മയെ നിഗ്രഹിക്കാൻ പറഞ്ഞ എൻ്റെ പത്നിയെ, അഹല്യയെ കൊല്ലാൻ പറഞ്ഞ ആളാണ് ഞാൻ. ഈ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും, ഞാൻ നേടിയ തപസ്സിനെ രക്ഷിച്ചാലും. എന്നിങ്ങനെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഗൗതമൻ പറയുമ്പോ ആ ചിരകാരി തൻ്റെ മുന്നിൽ നിൽക്കുന്ന അച്ഛനെ കണ്ട് അച്ഛൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു.